ഇതിനുള്ള കമ്പനികള് നമ്മുടെ ഖുതുബയിൽ ഇന്ന് പറഞ്ഞ വിഷയം ഖുതുബ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരു ലോകം എന്ന് പറയാം. ഒരു വിഷയമെന്നല്ല, ഒരു ലോകം എന്ന് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, ആ മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ കുറിച്ചാണ് നമ്മുടെ ഖുതുബ എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ ഒരു ഉമ്മാനെ മനസ്സിലാക്കുന്ന മക്കളാകണമെങ്കിൽ അതിന്റെ ദീനീപരമായുള്ള അറിവുകൾ കൊടുക്കണമെന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നമ്മോട് ഉപദേശിച്ചത്. ഈ വെള്ളിയാഴ്ച നമ്മുടെ ഉമ്മ ഉപ്പ അതൊരു ലോകമാണ്. എത്ര പറഞ്ഞാലും തീരൂല. നമ്മുടെ ജീവിതം മുഴുവനും ആ ഉമ്മാക്ക് വേണ്ടി ഹിദമത്ത് ചെയ്താലും ഉമ്മാന്റെ ജീവിതത്തിൽ ഒരു ദിവസം ചെയ്ത ആ സേവനം നമുക്ക് ഉമ്മ ചെയ്ത ആ ഹിദമത്തിന് ഒരിക്കലും കടപിടിക്കൂല എന്നതാണ് സത്യം. എത്ര ചെയ്താണ് ഒരാളുകൾ ഞാൻ കുറെ ഉമ്മാക്ക് ഹിദമത്ത് ചെയ്തിട്ടാകുമ്പോ ഞാൻ കുറെ ചെയ്ത് എന്ന് പറയുന്നതാണ്. ഞാൻ കുറെ നോക്കി ഉമ്മാക്ക് വേണ്ടി ഞാൻ കുറെ ഹിദമത്ത് ചെയ്ത് എന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്ത അഭിമാനം കൊണ്ട് പറയാം. പക്ഷെ അത് പറയാനുള്ളതല്ല. ഉമ്മാക്ക് ചെയ്ത ഹിദമത്ത് പറയാനുള്ളതല്ല. കാരണം അവരുടെ ആ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അത്രയും ത്യാഗങ്ങൾ ചെയ്തവരാണ് നമ്മുടെ ഉമ്മമാരെന്ന് പറഞ്ഞു, നമ്മുടെ ഉപ്പമാരെന്ന് പറഞ്ഞ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ഗൾഫിൽ പ്രവാസികളായി എല്ലാ ത്യാഗങ്ങളും ചെയ്ത ഉപ്പമാരായിരിക്കും നമ്മുടെ ഉപ്പമാർ. നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോ അത് ചിലപ്പോ അവർക്ക് പ്രായമായിട്ടാകുമ്പോ ഇവിടെ പല്ലുപോയി ഇന്ന സമയത്ത് ചിലപ്പോ പല്ലില്ലാത്തതിന്റെ പേരിൽ അങ്ങനെയാണ് പ്രായാലാണ്. പല്ലില്ലാത്തതിന്റെ പേരിൽ ചിലപ്പോ ചോറുണ്ടുമ്പോ അല്ലെ ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ വസ്ത്രത്തിൽ ചിലപ്പോ കറിയാനായിട്ടുണ്ടോ. ചിലപ്പോ ഉമ്മയിൽ തുപ്പുമ്പോ നമുക്ക് യുവത്വം നമുക്ക് എത്ര 10 ഫീറ്റ് അപ്പുറത്തേക്ക് നമ്മുടെ ഉമ്മയിൽ അപ്പുറത്തോട്ട് തുപ്പാൻ കഴിയും. പ്രായം പറയണ്ട. ചിലപ്പോ തുപ്പി ചിലപ്പോ അവരുടെ വന്നേം കഴിയും. അപ്പുറം പോകുന്നില്ല. അല്ലെ അവരുടെ ചെറുപ്പമായിരിക്കും വീണ്. അപ്പൊ അതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ് ഉപ്പാനെ മക്കൾ ചിത പറയുന്ന മക്കളുണ്ട്. അതിന്റെ പേരിൽ കോടിക്കണക്കിൽ ചെലവാക്കിയിട്ട് ഉണ്ടാക്കിയ പരൻ, ആ പരന്റെ ആ മസായിക്കിലോ അല്ലെങ്കിൽ അതിന്റെ മാർബലിലോ ഉപ്പാന്റെ ആ ഒരു വെറ്റിലോ തിന്നുന്ന ഉപ്പയാണെങ്കിൽ അത് തുപ്പുമ്പോ കനാവും. അല്ലെ അതിന്റെ പേരിൽ ഉപ്പാനെ പുറത്താക്കുന്ന ഉപ്പാക്ക് വേറെ നായന്റെ സെന്റ് പോലെ ഉപ്പാക്ക് ചെറിയൊരു മുറിയാൻ ഉണ്ടാക്കി കൊടുക്കുന്ന മക്കൾ. എന്തൊരു അവസ്ഥയാണ്, എന്തൊരു മുസീബത്താണ് അല്ലേ. എന്റെ കാരണം ചിന്തിച്ചില്ല. ഉമ്മാന്ന് പറഞ്ഞ എന്താണ്, ഉപ്പാന്ന് പറഞ്ഞ എന്താണ് എന്ന് ചിന്തിക്കാത്തത് കൊണ്ടാണ്. പണ്ട് കാലത്തൊക്കെ കഴിഞ്ഞപ്പോ മറ്റേ നമ്മുടെ മുള്ളൂർ കരുതുന്ന നോക്കിയാണ് പണ്ട് ഭയങ്കര വായിയാണ്. മുള്ളൂർ കരുതുന്ന നോക്കി ആ ഞമ്മ ചെറിയിരിക്കുമ്പോ കേട്ട ഒരു വാറുണ്ട്. എന്നാല് ഉമ്മാന്റെ ശരീരത്തിൽ ആകെ ജനങ്ങൾ ദുർഗന്ധങ്ങൾ വന്നു പുണ്ണല്ലായിട്ട് വരക്കടത്തത്തിലാകുമ്പോ പുറത്തിലുള്ള പുണ്ണല്ലാണ്. കുറെ മക്കളൊക്കെ അതിന് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്ത് എടുക്കുന്ന ആളുകളുണ്ട്. കുറെ അങ്ങനെ വിടുന്ന ആളുകളുണ്ട്. അല്ലെ അന്ന് കേട്ടൊരു വാദമാണ്. അങ്ങനെയുള്ള ആ പുണ്ണും സ്ഥലമൊക്കെ ആയപ്പോ നിന്റെ നാവിന്റെ തുമ്പ് കൊണ്ട് നാക്കിന്റെ കൊടി കൊണ്ട് അതിനെ നക്കിയിട്ട് നീ വൃത്തിയാക്കിയാൽ പോലും നിന്റെ ഉമ്മയോട് നീ ചെയ്യുന്ന കടപ്പാട് ഒരിക്കലും പൂർത്തിയാവൂല എന്ന് പണ്ട് കേട്ട വാദം. സത്യം തന്നെ മതിയാവൂ. 10 തുണിയെടുത്തിട്ടല്ല ക്ലീനാക്കിയാൽ മതി. പക്ഷെ അങ്ങനെ അത്രത്തോളം ഒരു മകൻ ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലും മതിയാവൂല എന്നാണ്. എന്നാ ഇന്നത്തെ അവസ്ഥ എന്താ? ഉപ്പാക്ക് പ്രായമാകുമ്പോ ഉമ്മാക്ക് പ്രായമാകുമ്പോ പണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാനൊരു എഴുതി കേട്ടിട്ടുണ്ട്. പ്രായമാകുമ്പോ ഉപ്പ എന്ന് പറഞ്ഞാല് കൊരങ്ങനായി. ഉപ്പ വാച്ച്മാൻ ആവലുണ്ട്. പിന്നെ ഉപ്പ കൊരങ്ങാവലുണ്ട്. കൊരങ്ങൻ കാരണം ഉപ്പാക്ക് 10 മക്കളാണ്. ഒരേ മോന്റെ അടുത്ത് മോന് ഒരാഴ്ച ഉപ്പ ഇച്ചാക്കടക്ക് പോകുന്നില്ലേ? ഓന്റെ അടുക്ക് പോകുന്നില്ലേ? ഉപ്പൊക്കെ 10 മക്കളാണ്. 10 ഒരാൾക്ക് ഉപ്പാനെ പോറ്റാൻ പറ്റുന്നില്ല, ഉമ്മാനെ പോറ്റാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എന്താ ഈ കൊരങ്ങന്റെ പോലെ കൊരങ്ങ ഒരു സ്ഥലത്തേക്കൂല. ഒരാഴ്ച ഓന്റെ അടുത്ത് മനസ്സിലായിട്ട് പോലെ പിന്നെ ഓൻ കേൾക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നീ ആള് പോകുന്നില്ല, ഉപ്പ നീ ആള് പോകുന്നില്ല, വീട് പോകുന്നില്ല. അപ്പൊ ഉപ്പാന്റെ മനസ്സിലുണ്ടായില്ല. അങ്ങനെ സാധാരണ കൊരങ്ങന്മാർ ചാവുന്നതിനല്ലോ കണ്ടിട്ട് മൈസൂർ ഭാഗത്ത് ഞങ്ങളുടെ നാട്ടിൽ വീട് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെടും. ഇവിടെ ഉണ്ട് മണ്ണ് കഴിഞ്ഞ ഒരു പെസൽ തുറന്നത് ഏതോ ഒരു നാട്ടിൽ വന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലെ കാര്യമാണ്. അത് ചാവുന്ന കാര്യമോ റോഡ് ക്രോസ് ചെയ്യുമ്പോ എന്തെങ്കിലും കാറ്റടിക്കുക അല്ലെങ്കിൽ ബസ്സിനടിക്കുക ലാൻഡടിക്ക് വീണ്ടും വയ്ക്കുന്നത് എന്താ പറയുക. പ്രായം ഉപ്പമാന അവസ്ഥയാണ്. കൊരങ്ങം പോലെ ആളെ ഇവിടെ പോയി ഏതെങ്കിലും ഒരു ദിവസം വരുമ്പോ റോഡ് ക്രോസ് ചെയ്യുമ്പോ വണ്ടി മുട്ടി ഉപ്പ മരിച്ചു. എത്ര പ്രായമുള്ള ഉപ്പമാര് മരിച്ച എന്താ കാരണം? ഒരേ വീട്ടിൽ താമസിക്കാൻ പെർമിഷൻ ഇല്ല. ചോദിക്കാനാണ് ആളെ വീട്
അങ്ങനെ പ്രായാവും. അതിന് കുറച്ച് മുമ്പ് ഉപ്പ വാച്ച്മാനായി ഉപ്പനെ വാച്ച്മാനാക്കുന്നവരെ ഓരോ മോനും മരുമോനും വരുന്ന മംഗളത്തിനാണെങ്കിലും പോയി സ്കൂളിന്റെ സമയമാകുമ്പോ പുള്ളി വരുന്നുണ്ട് വേറെ അപ്പോ അവരെ വരുമ്പോ സ്വീകരിക്കാൻ ഉപ്പ വാച്ച്മാൻ അവര് സ്വീകരിക്കാൻ ഉപ്പ. പിന്നെ അവരെ സ്കൂളിന്റെ ബാഗിലേക്ക് കൊണ്ടുപോകുന്ന ഈ വായയുടെ ഉപ്പ ഒരു ഡ്യൂട്ടി കിട്ടി വയസ്സാകുമ്പോ. അതൊക്കെ പാടില്ല. ഇങ്ങനെ ചെയ്താൽ ഉപ്പ് തിന്ന മനുഷ്യൻ വെള്ളം കുടിക്കും ഉറപ്പാണ്. തലയിൽ ഒഴിച്ച വെള്ളം അത് കാലിലൂടെ ഇറങ്ങി വരും ഉറപ്പാണ്. നിനക്ക് മക്കളുണ്ട്, ആ മക്കളത് കണ്ട് പഠിച്ചാലോ നീ പ്രായമാകുമ്പോ നിന്റെ ഉപ്പാനെ നീ ചെയ്തതുപോലെയല്ല, അതിനേക്കാളും കുറച്ച് കൂടുതലായി നിന്റെ മക്കൾ നിന്നെ ചെയ്യും ഉറപ്പാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവർ കിട്ടുന്ന ഉമ്മാന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ ബഹുമാനവും അതിന്റെ നിലയും വിലയും അറിയുന്നത്. ഉറപ്പാണ്. ഒരിക്കലും അവരുടെ ഖുർആൻ പറഞ്ഞല്ല. ഖുർആന്റെ അവസാനം നമ്മൾ ആയതോന്നില്ല അല്ല തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദക ലകിബർ അഹദുഹുമാ ഔ കിലാഹുമാ എന്നൊക്കെ പറഞ്ഞ് ഫലാ തഖുൽ ലഹുമാ ഉഫ്. അവരോട് ഒരു വെറുപ്പിക്കലുണ്ട്. അവരോട് സാധാരണ പറയുന്ന എന്നൊരു വാക്ക് അതിന്റെ അർത്ഥം തന്നെ അതിന്റെ ഒരു പറയാൻ നമ്മുടെ ലാംഗ്വേജിൽ പറയുന്നവരാണ് എന്നൊരു വാക്ക് പോലും അവരോട് പറഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് എന്താ പറഞ്ഞു? നിന്റെ ഉമ്മാനെ കണ്ടുരട്ടിന്ന് നോക്കരുത് കേട്ടോ. അത് പറയാം കണ്ടുവരുതാക്കി ഇടവ ഇന്നവരെയാണ് സൗകര്യം കൂടി, വീട് വിശാലായി, വാഹനങ്ങൾ വിശാലായി. അപ്പോ അതിന്റെ പ്രായമുള്ള ഉപ്പാനെ കയറ്റുമ്പോ ഭയങ്കര പ്രശ്നമാണ്. എന്തെങ്കിലും ആ വീടിൽ ഉമ്മ കച്ചറ ഉണ്ടാക്കിയാലും കണ്ടു വലുതാക്കി നോക്കുന്ന മക്കൾ. എന്തേ ഈ കോടി ചെലവാക്കി ഉണ്ടാക്കിയതാ. പക്ഷെ ചിന്തിക്കണോ, ഈ കോടി നീ എങ്ങനെ ഉണ്ടാക്കി? അന്ന് നിന്റെ ഉമ്മ തന്ന മുലപ്പാലാണ്. ഇന്നത്തെ ഉമ്മമാരെ പോലല്ല നമ്മുടെ ഉമ്മമാര്. ഇന്നത്തെ ഉമ്മമാരെ പോലല്ല. ഇന്ന് വെച്ചൊരു 3 ദിവസം തന്നെ ഇന്ന് ഒരു കുഞ്ഞിനെ ഞാൻ തൊട്ട് കിട്ടിയോ അപ്പൊ അപ്പോ ഇപ്പൊ 31 പറഞ്ഞു കുട്ടി മക്കൾ കരയുമുണ്ടല്ലോ. ചെറിയൊരു തൊട്ട് ഈ പാല കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഇപ്പൊ എന്താ ഈ പാലൊന്നുമില്ല, മക്കളെ പൊട്ടിച്ചാക്കാൻ അതിനത്ര ഇത് തൊട്ട് മക്കളുണ്ട്. അതിങ്ങനെ ബാഗിട്ടിട്ട് അപ്പൊ കച്ചറി അതിനകത്ത് പാലത്തില്ല, പാലിന്റെ വെള്ളമില്ല, 4 ഇത് മാത്രം. അത് വാങ്ങിട്ട് ഉള്ളിക്ക് പോകാത്ത പോലെ ഉണ്ടാക്കി വരുന്നുണ്ട്. ഞാൻ കേട്ടോണ്ടില്ല നീ ചെറിയ കുട്ടിയോടൊക്കെ കാണിക്കണോ ഈ വഞ്ചന വെച്ചിട്ട് കരയുന്നതിന് വേണ്ടി കരയാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കുട്ടി കരയുന്നതിന്റെ വരായിരിക്കും. നമ്മുടെ ഉമ്മമാർ എന്ത് ചെയ്തിട്ടോ? നമ്മുടെ ഉമ്മമാരെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയുടെ ഉമ്മമാർ. ഇന്നത്തെ ഉമ്മമാർ ഇന്ന് പ്രസവിച്ച് 10 ദിവസം ആകുമ്പോൾ കുപ്പിപ്പാൽ പിന്നെ ആ പാൽ ഇതും അതും ഇതാലെ കൊടുക്കാൻ തുടങ്ങി ഒരു സലാമത്തിന് വേണ്ടി. അല്ലെ, നമ്മുടെ ഉമ്മമാരല്ല. ഇല്ലെങ്കിലും നമുക്ക് ആ മല വെച്ച് തന്നവരാണ് നമ്മുടെ ഉമ്മമാർ. ആ ഉമ്മമാരോട് നാം ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഉമ്മമാരെ വെറുപ്പിക്കുന്ന വാക്കുകളോ സംസാരങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ദുന്യാവ് നഷ്ടപ്പെടാനും ആഖിറത്ത് നഷ്ടപ്പെടാനും കാരണമായി. നമ്മുടെ സദസ്സിലുള്ളവർക്ക് ഉമ്മാരപ്പാലൊക്കെ നല്ല റാത്തോടെ പോറ്റുന്നവർ, കാണുന്നവർ, അവരെ ഹിതം ചെയ്യുന്നവരായിരിക്കും. പക്ഷെ അതില്ലാത്ത എത്രയോ മക്കളുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കല്യാണം കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് തന്നെ പെണ്ണു നോക്കം കഴിഞ്ഞാൽ ഓരോ പാസ്പോർട്ടൊക്കെ റെഡിയാക്കും. പാസ്പോർട്ട് റെഡിയാക്കും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ 1 മാസം 2 മാസം ആകുമ്പോൾ ഓരോ കൂട്ടിക്ക് കൊണ്ടുപോകും. പണ്ടല്ല മകനെ കഴിക്കുന്നവർ. ഞാൻ 21 കല്യാണം കഴിച്ചു, 21ാമത്തെ വയസ്സ്. എനിക്ക് കാരണം എന്താ, പെങ്ങന്മാരുടെ കഴിഞ്ഞ് പിന്നെ ഉമ്മാനെ പോറ്റാനാണ്. അപ്പൊ ഉമ്മാക്ക് വേണ്ടി ഒരു കല്യാണം, ഉമ്മാനെ പോറ്റാൻ വേണ്ടി ഉമ്മാന്റെ അടുത്ത് ഉമ്മാക്ക് ചോറ് കഴിയാനുണ്ടാക്കി. ഇന്നലല്ല കല്യാണം കഴിക്കുന്നതിന് കൊണ്ടുപോകാൻ വേണ്ടി പ്രായമുള്ള ഉമ്മ വാങ്ങിയിട ഓരോ കല്യാണം കഴിച്ചിട്ട് ഓരോ പാസ്പോർട്ട് ആക്കി കൊണ്ടുപോയി ഉമ്മാക്ക് മരുന്ന് കൊടുക്കും. സങ്കടം പറഞ്ഞ എത്രയോ ഉപ്പമാരുണ്ടായിരുന്നു. എത്രയോ ഉസ്താദെ നമുക്ക് ടാബ്ലറ്റ് തരാൻ പോലും പല ആടില്ല. ഞമ്മക്കോ അത് ഏതാണ് കണ്ണിന് കാഴ്ചയില്ല. പ്രസംഗം ചെയ്യപ്പെടുക്കുന്ന ചിലപ്പോ ഇതിൻ്റെതായിരിക്കും, സുഖങ്ങളായിരിക്കും, കണ്ണിന് കാഴ്ചയില്ല. ഞങ്ങൾ ഏത് ടാബ്ലറ്റാണ് കുടിക്കാനെന്ന് അറിയില്ല. ആ രൂപത്തിൽ ഉസ്താദ് എന്നിട്ട് ആ ഉപ്പന്നെ പറഞ്ഞു മരിച്ചുപോയി. ഇപ്പൊ മരിച്ചുപോയി പറഞ്ഞ ഉസ്താദ് എല്ലാത്തിനും കാരണം എന്താ ഉസ്താദ്, നിങ്ങളെ പോലെ നമ്മളെ മക്കളെ ആര്യങ്ങളാക്കിയിടണം. നിങ്ങൾ ആര്യമാക്കിയാൽ ഗൾഫിന് കൊണ്ടുപോകില്ല. നമുക്ക് ഏറ്റവും പുറത്തു കൊണ്ടുപോകില്ല. പിന്നെ ഇപ്പത്തെ ആ ഒരു സാഹചര്യം ആയിക്കുമ്പോ പിന്നെ ഉസ്താദ്മാരും പഠിച്ചു ഏതായാലും കൊണ്ടുപോകാൻ കുറവാണ്. ഉസ്താദ്മാരായ ഭാര്യനെ കൊണ്ടുപോകാനുള്ള കുറവുള്ളൂ. അല്ലെ, കാരണം ചെറിയ പണി 10 മാസം ആകുമ്പോൾ ഒരു 2 മാസം ഇരിക്കും. രണ്ടായിട്ട് പോലെ ഞാനുണ്ട് ഒരേ വിദ്യാഭ്യാസം കൊടുത്താലും ലണ്ടനിൽ പോവും, ജമാനിൽ പോകും തന്നെ ഓളം കൊണ്ടുപോകും. പിന്നെ ഓം കല്യാണം കഴിക്കുമ്പോൾ എന്നെ നോക്കുന്നവരാണ് പഠിച്ച പെണ്ണാണോ അതിനെന്നെ നോക്കുള്ളൂ. കാരണം ഓൻ മാത്രം പൈസ പോലെ ഓക്കും പണി കൊടുക്കണം, പൈസ പോലെ ഉണ്ടാക്കണം. ഉമ്മാനെ പോറ്റാനാണ്.
ഇടയ്ക്ക് ഞാനൊരു നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് നമ്മുടെ കർണാടക ഭാഗത്ത് ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. ശരിയാ, മോനെ ഉമ്മ പഠിപ്പിച്ച് നല്ല പഠിപ്പിച്ച് ഉഷാറാക്കി. പക്ഷെ ഉമ്മാക്ക് കണ്ടോന്നാണ്, ഒറ്റ കണ്ടാണ്. അപ്പൊ ഉമ്മാനെ നല്ല വലിയ മോനെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും വീട്ടിന്റെ പണിയുടെ അടുത്ത് മോനെ പഠിപ്പിച്ച് ജീവിതത്തിനായ സ്റ്റോറിയാണ്. മുസ്ലിമല്ല, ഇസ്ലാമിന്റെ ഉമ്മല്ല, അല്ലാത്തൊരു ഉമ്മയാണ്. അങ്ങനെ മോനെ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ പഠിച്ചത് എന്തിനാകുമ്പോ ഉമ്മ ഇടയ്ക്കിടെ മോനെ കാണാൻ വേണ്ടി പോകും. പക്ഷെ ഉമ്മാക്ക് കണ്ടില്ല, ഒരു കണ്ണ. അങ്ങനെ അപ്പൊ ഈ മോന് ഉമ്മ വരുമ്പോ ഭയങ്കര മറ്റുള്ള ആളെ കാണാനോ. അപ്പൊ ഉമ്മാനോട് സ്വകാര്യം പറഞ്ഞു, ഉമ്മ ഇനി എന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരണം, ഞാൻ മനസ്സ് വരുമ്പോ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരണം. ഉമ്മക്ക് സങ്കടമായി. അങ്ങനെ മോനല്ല ഏതായാലും ഉമ്മ അത് സമ്മതിച്ചു. പിന്നെ ഉമ്മ കാണാൻ വേണ്ടി പോയിട്ടു ഇടയ്ക്കിടെയൊക്കെ വരും. പിന്നെ വരുന്നതെല്ലാം നിർത്തി. പിന്നെ മോന് കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഓടുമായിട്ട് ആള് സെറ്റായി. പിന്നെ ഉമ്മ വാങ്ങിച്ചുള്ള കലക്ഷണം കഴിയില്ല. അങ്ങനെ കുറെ കഴിയുമ്പോ ഉമ്മ മരിച്ചുപോയി. ഉമ്മ മരിച്ചതിന് മുമ്പ് ഒരു കത്തെഴുതിയിട്ടാണ് മരിച്ചു വരും. കത്തെഴുതിട്ട് അപ്പൊ മോന് വന്നാൽ അയൽവാസികളോട് കത്ത് ഏൽപ്പിച്ചു, എന്റെ മോന് വന്നാൽ ഈ കത്ത് മോന്റെ കയ്യിൽ ഏൽപ്പിക്കണോ. അങ്ങനെ ഉമ്മ മരിച്ച വിഷയം കിട്ടിയിട്ടാകുമ്പോ മോന് വിവരം അറിഞ്ഞിട്ട് വന്നു. അങ്ങനെ വന്ന് എല്ലാം ഉമ്മാന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അയൽവാസികൾ കത്ത് കൊടുത്ത് മോന്റെ കയ്യിൽ നിങ്ങളെ ഉമ്മ തരാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. അപ്പൊ ആ കത്ത് നോക്കുമ്പോഴാണ് മോനും പൊട്ടി കരാറുണ്ട്. എന്റെ കാര്യം കാരണം അറിയോ? കാരണം ആ കത്തിലേക്ക് മോനെ അന്ന് ഞാൻ നിന്റെ കോളേജിൽ എത്തുമ്പോ നീ എന്നെ കാണാൻ വേണ്ടി വരരുത്, എന്റെ കണ്ണ് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നിന്റെ ചങ്ങായിമാരൊക്കെ ഒറ്റ കണ്ണായ ഉമ്മാനെ കാണുമ്പോ നിന്നെ കളിയാക്കുന്നൊക്കെയും നീ പറഞ്ഞല്ലോ. എന്നാ മോനെ നിനക്ക് അറിയോ എന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോകാൻ കാരണം എന്താ അറിയോ? നീ അന്ന് ചെറിയ കുട്ടിയായിരിക്കുമ്പോ അന്ന് കളിക്കുന്നതിന്റെ ഇടയിൽ നിന്റെ കണ്ണിൽ എന്തോ ഒരു സംഭവം വീട്, അങ്ങനെ നിന്റെ ഒരു കണ്ണ് പൊട്ടിപ്പോയി. അപ്പൊ ആ നിന്റെ ഒരു കണ്ണ് പൊട്ടിയപ്പോ എനിക്ക് വല്ലാത്ത വേദമായി. അപ്പൊ ഉമ്മയാകുന്ന ഞാൻ എന്റെ ഒരു കണ്ണ് സ്വന്തം കണ്ണ് ദാനം ചെയ്ത് നിന്റെ മുഖത്തിൽ വെച്ചതാണ്. എന്റെ ഉമ്മ മോനെ പോറ്റാൻ വേണ്ടിട്ട് മോന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരണ്ട, ഞാൻ വയസ്സാവുപോലെ ഞാൻ പഠിച്ച ആളൊന്നുമല്ല, അപ്പൊ എന്റെ മോനെ ഉഷാറായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഉമ്മ സ്വന്തം ഒരു കണ്ണ് മകന് വേണ്ടി ദാനം ചെയ്തതാണ്. മകന്റെ മുഖത്ത് രണ്ട് കണ്ണായി, ഉമ്മാന്റെ മുഖത്തിൽ ഒരു കണ്ണ. ആ ഒരു കണ്ണുള്ള ഉമ്മാനെ കാണുമ്പോ പിന്നെ വലുതായപ്പോ മോനെ ഭയങ്കരമായ അലസത കാണണ്ടാവുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഉമ്മ വെച്ചതിന് ശേഷം കഴിഞ്ഞ കാര്യമില്ല. ഒരാളുണ്ട് ഉമ്മ വെച്ചതിന് ശേഷം ഉമ്മക്ക് വേണ്ടി ഭയങ്കര എല്ലാം ചെയ്യാനും പഠിക്കാനും. അയാളുടെ കാലത്തോ ഉമ്മാനെ നോക്കിയില്ല, പഠിച്ചില്ല. ഉമ്മാനെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് മോനത്ത് വിട്ട് ആളെ വിട്ട് ഈട വിട്ട് മരിച്ചതിന് ശേഷം ഭയങ്കര കാര്യമില്ല. അയാളുടെ കാലത്ത് നമ്മുടെ ഉമ്മാനെ സ്നേഹിച്ചോ ഉമ്മാക്ക് ഹൃദയത്തിലോ ആ വിഷയങ്ങളാണ് മൊത്തമായി നമ്മുടെ കുത്തുബയിൽ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് മുമ്പിനിങ്ങള് വളരെ ചിന്തിക്കേണ്ട വിഷയം. ഉമ്മ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഖേദിച്ചു കാര്യമില്ല. അയാളുടെ കാലത്ത് അവർക്ക് വേണ്ടി അവരെ സന്തോഷിപ്പിക്കുന്ന ഉമ്മാന്റെ കാലിന്റെ ഒരു മുത്തണം, ഉമ്മാന്റെ കാലിന് തഴുകി കൊടുക്കുക, ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പോയിട്ട് മുത്ത. ഇന്ന് ഞാനിപ്പോ എന്റെ ഉമ്മക്ക് കിടത്തത്തിലാണ് ഒരാൾമാരടുത്ത് പോയി കിടക്കും, മുത്തും എല്ലാം ആക്കും. അവർക്ക് സന്തോഷം കിട്ടും. ഓരോ സന്തോഷം നമുക്ക് അതിനേക്കാൾ വലിയ സന്തോഷം എന്താ? ഉമ്മാന്റെ കാലിന്റെ അടിയാന്റെ കൂടെ മുത്തും പിടിക്കും. മക്കളുടെ കാണുന്ന പറയും ഉമ്മാന്റെ കാലിന്റെ സ്വർഗത്ത് അതുകൊണ്ട് ഇപ്പൊ മുത്തന്നെ. ഞങ്ങളുടെ മക്കളിൽ പഠിച്ചാലോ നമ്മുടെ ഭാര്യമായ കാലും ഞങ്ങളുടെ മക്കൾ മുത്താൻ തുടങ്ങും. ഇപ്പൊ ഞമ്മ അതെന്താ ചെയ്തില്ലെങ്കിലോ അവരെ കെയർ ചെയ്തില്ലെങ്കിലോ നമ്മുടെ മക്കളത് കണ്ടു പഠിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വലിയൊരു ചെറിയ സമാധാനം പറഞ്ഞാൽ കേരളം മുഴുവൻ വൃദ്ധാശ്രമങ്ങളാണ്. എത്രയോ വൃദ്ധാശ്രമങ്ങൾ, 3000 ചില വൃദ്ധാശ്രമങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. അതിൽ ഏറ്റവും കുറഞ്ഞ ഇതില്ല നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ. അല്ലാഹു തആല ആ സന്തോഷം ഇനിയും നിലനിർത്തും അല്ലെ. എന്നാലും ഇന്ന് വൃദ്ധാശ്രമം ഇല്ലെങ്കിലും എല്ലാവരും ചങ്ങായിന്റെ ഒക്കെ പറഞ്ഞത് കാസർഗോഡ് ഇല്ലാതെ പറഞ്ഞു വിചാരിക്കണ്ട. ഇന്ന് ഓരോ വീടുകൾ തന്നെ വൃദ്ധാകേന്ദ്രങ്ങളാണ്. ഓരോ വീടുകൾ തന്നെ വൃദ്ധാകേന്ദ്രം. കാരണം വീട്ടിലുള്ളതും ഒപ്പം മാത്രമല്ല, വീട്ടിലുള്ളതായി ഉപ്പയും മാത്രം പ്രായമുള്ള ഉപ്പയും ഉമ്മയും വേറെ മക്കളുടെ ഗൾഫിൽ മരുമക്കളുടെ ഗൾഫിലുള്ള വീടൊക്കെ എന്തായി വൃദ്ധാകേന്ദ്രങ്ങളാണ്. പിന്നെ അതൊക്കെ ആരെങ്കിലും ആഴ്ചക്ക് 2 ദിവസം വന്നിട്ട് വൃത്തിയാക്കിട്ട് പോകും, തോത്തിട്ട് പോകും. പിന്നെ എന്തെങ്കിലും ഭക്ഷണത്തിന്റെ സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയാണ്. യഥാർത്ഥ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാണ്. നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും വേണ്ടതുപോലെ പരിചരിക്കാനും അവർക്ക് വേണ്ടി ഹിദമത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. എന്നും ആ ഉമ്മ മരിച്ചുപോയ ഉമ്മമാരെ ഓർക്കുന്ന മക്കൾ. ഇന്നലെ ഒരാൾ നമ്മുടെ പള്ളിയുടെ പ്രൊഡക്റ്റിന് വേണ്ടി 50,000 പൈസ ഇവിടെ ഏൽപ്പിച്ച് മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി ദ്വാരം ചെയ്യണം. അള്ളാഹുവിനെ ആ സദഖയുടെ ബറക്കത്ത് ഉമ്മാന്റെ ഉപ്പാന്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. വന്നതിന് ശേഷം പള്ളിക്ക് വേണ്ടി ആദ്യം സാധിക്കുമ്പോൾ റമദാനിന്റെ നോമ്പ് തുറക്കുകയാണെങ്കിൽ പള്ളിയുടെ കാര്യത്തിൽ കഴിഞ്ഞ സോളാർ പദ്ധതി, ഇവിടെ കാർപ്പറ്റിന്റെ പദ്ധതി, എല്ലാ കാര്യം കൊടുക്കുമ്പോ വസിയത്ത് ചെയ്തത് മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ്.
അതൊരു നല്ല ഇന്നത്തെ പൊതുവെ പറഞ്ഞു. ഒരു സാധി വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി തൂഫിയത്, ഉമ്മ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാന്റെ പേര് ഞാൻ സദഖ കൊടുത്താൽ, ഹദിയ കൊടുത്താൽ ആ ഉമ്മാക്ക് ഫലം കിട്ടുമോ എന്നൊരു സ്വാമി വന്ന് ചോദിച്ചപ്പോ ആ രണ്ടങ്ങൾ പറഞ്ഞു, റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ മരിച്ചുപോയവർക്ക് വേണ്ടി എന്ത് കൊടുത്താലും അതിന് വലിയ പണം കിട്ടും. നമ്മുടെ നാട് അഭിമാനിക്കേണ്ട നാടാണ്. കാരണം മരിച്ചുപോയ കുറെ കൊല്ലങ്ങളായി മരിച്ചുപോയി, എന്നിട്ടും അവരെ ഓർത്ത് ഹദിയ കൊടുക്കുന്ന, സദഖ കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന ഒരു നല്ല നാടാണ്. അള്ളാഹു ഈ നാടിന്റെ ഐസത്തും അഭിമാനവും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇതൊക്കെ മനസ്സിലാക്കാതെ ഉപ്പാനെ ഉമ്മാനെ കൈവിട്ട മക്കൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അള്ളാഹ്, അവരുടെ ദീനി ബോധം കൊടുക്കണേ അള്ളാഹ്. ഉപ്പ ആരാണ് ഉമ്മ ആരാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി അവരുടെ ഹയാത്ത് കാലത്ത് ധാരാളം ഖിദ്മ ചെയ്യാനുള്ള നല്ല മനസ്ഥിതി നമ്മുടെ ഓരോ മക്കൾക്കും നമുക്കും നീ നൽകണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാ ഖൗലിൻ നബിയിൽ മുസ്തഫ.